ഓർമ്മയുണ്ടോ ഈ ജാറ്? ഇതിലാണ് നമ്മുടെ ശർക്കരയും മത്തിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറേ ദിവസമായി. ഇടയ്ക്കിടയ്ക്ക് നമ്മളിതിൻ്റെ കണ്ടെയ്നർ ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ഗ്യാസ് റിലീസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഇളക്കിയും കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാണ്ട് നല്ല കട്ടിക്കുള്ള ഒരു സാധനമായിട്ട് മാറിയിരിക്കുകയാണ്. ഹലോ, വെൽക്കം ബാക്ക്. വൺസ് നമ്മളെ പച്ചക്കറികളൊക്കെ നട്ടു തുടങ്ങി, കൃഷികളൊക്കെ നമുക്ക് ബലം തന്നു തുടങ്ങുമ്പോൾ പിന്നെ നമ്മളുടെ അന്വേഷണമാണ് ഇവർക്ക് എത്ര നല്ല വളങ്ങൾ കൊടുക്കാം, എത്ര നല്ല കീടനാശിനികൾ കൊടുക്കാം, അതുപോലെ ഓർഗാനിക്കായിട്ട് എത്രത്തോളം നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മൾ പല പല അന്വേഷണങ്ങളിൽ എത്തിപ്പെടും. എൻ്റെ കാര്യം പറയുവാണെങ്കിലേ ഞാൻ അങ്ങനെയാണ്. ഓരോ പ്രാവശ്യവും എത്ര നല്ല വളം ഇവർക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ള അന്വേഷണം തുടങ്ങും. അങ്ങനെ അന്വേഷണത്തിൽ ഞാൻ എത്തിപ്പെട്ട ഒരു സാധനം ഉണ്ടല്ലോ, നമ്മുടെ ഫിഷ് അമിനോ ആസിഡ്. ഈ ഫിഷ് അമിനോ ആസിഡ് എന്ന് പറയുന്ന സാധനമേ അമൃതും വിഷമാണെന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഇതൊരു അമൃത് തന്നെയാണ്. നമ്മുടെ ചെടികൾക്ക് ഒരു നല്ല അമൃത്. പക്ഷേ അമൃതത്തിന് എന്താ, അമൃത് അധികമായാൽ അത് വിഷമാകും. അതുപോലെ തന്നെ ഇത് നമുക്ക് വളരെ മിനിമൽ എമൗണ്ടിൽ മതി. പക്ഷെ നമ്മളായിട്ട് വീട്ടിലുണ്ടാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇട്ടിരുന്നു. ഇന്ന് ഞാൻ ഇതിനെ അരിച്ചെടുക്കാൻ പോവാണ്. നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. നമുക്കേ ഇത് അരിച്ചെടുക്കണം. അരിക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ നമ്മൾ വീട്ടിൽ തേങ്ങയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അരിച്ചെടുക്കാൻ വേണ്ടി എന്തൊക്കെ സാധനങ്ങളാണോ ഉപയോഗിക്കുന്നത് അതെല്ലാം വേണം. ഒരരിപ്പ, അരിച്ച് വീഴാനായിട്ടൊരു പാത്രം, പിന്നെ ഇതെടുത്ത് വയ്ക്കാനായിട്ട് വേറൊരു കണ്ടെയ്നർ. ഇത്ര സാധനങ്ങൾ മതി. പിന്നെ എനിക്കൊരു വേറെ സ്വഭാവമുണ്ട്, കൈ തൊടൂലല്ലോ, അതുകൊണ്ട് സ്പൂണ് വെച്ച് ഇങ്ങനെ ഞെരടി വിടാനായിട്ട് ഒരു സ്പൂണും. ആദ്യമായിട്ട് നമുക്കിതിനെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ഇതെല്ലാം അരിഞ്ഞ പരുവത്തിലാണ്. പിന്നെ നല്ല ശർക്കര മുട്ടായുടെ മണമാണ്. ഒരു മത്തിയുടെ മണമോ മീനിൻ്റെ മണമോ ഒന്നുമില്ല. ഇങ്ങനെ ഇരിക്കും. ഇടയ്ക്കിടയ്ക്ക് ആ മത്തിയുടെ തലകളുണ്ടല്ലോ, അത് മാത്രം അത്ര ഡിസോൾവ് ആകാതെ കിടപ്പുണ്ട്. ബാക്കിയെല്ലാം അലിഞ്ഞ് ഒരു നല്ല കൺസിസ്റ്റൻസി, നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഈ സാധനം ഇരിക്കുന്നത്. നമുക്കിതിനെ അരിച്ചെടുക്കാം. സോ ഇത് വെറും നമ്മുടെ ഡിസ്പോസിബിൾ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ്. പിന്നെ ഇതാണ്ട് ഞാൻ ഒരു അരിപ്പ എടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. എത്രത്തോളം വരുമെന്നറിയില്ല, അത്ര തിക്കാണ്. സാധനം വീണുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഒരു സ്പൂൺ വെച്ച് തന്നെ ഇളക്കി കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്തുകൂടെ കൊടുക്കാം. നമ്മുടെ മത്തിയെല്ലാം നല്ലപോലെ അങ്ങ് അഴുകി ശർക്കരയായിട്ട് ചേർന്ന് ഇത് സൂപ്പർ വളം കേട്ടോ. നമ്മുടെ പച്ചക്കറികൾ ഇനി തഴച്ചു വളർന്നോളും. ഇതൊരു കുറച്ച് മതി. മത്തിയുടെ തലയില്ല, വാലുമില്ല, തലപ്പോഷം മാത്രം ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. അത് കുറച്ച് ഹാർഡാണല്ലോ, തലയുടെ ഷെല്ലും എല്ലാം. മുള്ളൊക്കെ ഇതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാം ഒരുപോലെയായി. ഒന്നുകൂടെ പ്രസ് ചെയ്യാം. ഇത്രയും കട്ടിക്കുള്ള തിക്ക് മിക്സ് കിട്ടി. ശരിക്കും നമ്മുടെ ഒരു കുഴമ്പ് പോലെയുണ്ട്. ഇതുണ്ടാ, നല്ല തിക്കാണ്. ആ കൺസിസ്റ്റൻസി നോക്കിക്കാൻ നല്ല തിക്ക് കൺസിസ്റ്റൻസിയാണ്. ബോട്ടിലെടുത്ത് സൂക്ഷിച്ച് വെച്ചേക്കാം. ഇത് മിനിമം ഒരു 6 മാസത്തേക്കുണ്ട്. അങ്ങനെ നമ്മൾ എടുത്തു വെച്ച നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് നമുക്ക് ഈ പാത്രത്തിൽ അടച്ചു വെച്ചേക്കാം. നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് റെഡിയായി. എൻ്റെ കൂട്ടുകാരൻ താഴോട്ട് വീഴും.
വീഴല്ലേ, വീഴല്ലേ കൊച്ചു, വീഴല്ലേ. ആ താഴോട്ടിറങ്ങ, വീഴും. ദേ, എൻ്റെ ഏത് ജോലിക്കും എനിക്ക് ആകെയുള്ള ഒരേ ഒരു കൂട്ടാണിത്. മാറ് മാറ്. ഇതേ സംഭവം വലിയ വിലയില്ലാത്തതാണെങ്കിലും നമുക്കിത് വലിയ കാര്യമാണ്. അതുകൊണ്ട് ബാക്കിയുള്ള കുറച്ച് പോർഷൻ ഉള്ളത് കൂടെ നമുക്കിത് ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞെടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. മാക്സിമം ആയി കേട്ടോ. ഇതിനകത്തൊരു കുറച്ചുകൂടി ഉണ്ട്, അതുകൂടെ നമുക്ക് അങ്ങ് എടുത്തേക്കാം. അങ്ങനെ അവസാന തുള്ളി വരെ നമ്മൾ പിഴിഞ്ഞെടുത്തു. തീർന്നു, ഓൾമോസ്റ്റ് തീർന്നു. നമ്മളെ പിഴിഞ്ഞെടുത്ത ബാക്കി കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു വെച്ചേക്കാം. സോ നമുക്ക് ഇത്ര സാധനം കിട്ടി. നമ്മൾ എടുത്തു വെച്ച മത്തി ശർക്കര എത്രയാണെന്നുള്ളതും അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടു നോക്കണം. ദേ, നമുക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയതിന് കിട്ടിയതാണ് ഇത്രയും. ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാം എന്ത് ചെയ്യാൻ നോക്കാം. ഇതിൻ്റെ അകത്ത് ഒരു തരി പോലും നമ്മൾ വെറുതെ കളയില്ല കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ഫിഷ് അമിനോ ആസിഡില്ലേ, ഇത് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. നമ്മുടെ പൂവും കായും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരാനും ചെടികൾക്ക് നല്ലൊരു ആരോഗ്യം കിട്ടാനും ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിന്ന് ഹാർഡ്ലി ഒരു 2 to 3 ml എടുത്താൽ മതി. കൂടുതൽ ഒട്ടും വേണ്ട. ഒരു മെഷറിംഗ് കപ്പിൽ 2 to 3 ml എടുക്കുക. ഞാനിത് 5 ml കപ്പാണ്, ഒരു ഹാഫ് പോർഷൻ എടുത്തു. അപ്പോൾ ഒരു 2.5 ml വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കുക. ഇത് 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ 1 ലിറ്റർ വെള്ളം നമുക്ക് മിക്സ് ചെയ്യാം. ഇതുപോലെ ഒട്ടും കളയണ്ട, ഇതുകൂടെ കഴുകി ഒഴിച്ചേക്കാം. അങ്ങനെ നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് നമ്മൾ ഡൈലൂട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ചെടികൾക്കെല്ലാം ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതിൽ കൂടുതൽ നല്ലൊരു വളം എവിടെ കിട്ടാനാണ്? അധികമായാൽ അമൃതും വിഷമാന്ന് പറഞ്ഞുകൊണ്ട് ഡൈലൂട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. വളരെ മിനിമം ക്വാണ്ടിറ്റി എടുത്താൽ മതി. ഇച്ചിരി കുറഞ്ഞു പോയാലും കുഴപ്പമില്ല, കൂടി പോകാണ്ടിരുന്നാൽ മതി. ഈ സ്പ്രേയ്ക്ക് യാതൊരു മണവും ഇല്ല കേട്ടോ, മീൻ മണമോ ഒന്നുമില്ല. നമ്മുടെ ചെടികൾ തഴച്ചു വളരാനും ഇലകളൊക്കെ ഹെൽത്തി ആയിട്ടിരിക്കാനും ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ്. പച്ചവഴുതനയാണ്. സോ നമ്മൾ അതിൻ്റെ ലിക്വിഡ് പോർഷനെല്ലാം അരിച്ചെടുത്തു. ബാക്കി നമുക്ക് കിട്ടിയത് ഇത് ഇങ്ങനെയാണ്. മത്തിയും തലയും ഒന്നും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അറിയാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ചെറിയ തല പീസസ് കാണാം ഇത്. അപ്പം നമുക്ക് ഇതുപോലും കളയണ്ട, നമ്മുടെ ചെടികൾക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം.
അപ്പം ഞാൻ കാണിച്ചു തരാം. ഒരാൾക്കായിട്ട് ഇട്ട് കൊടുക്കരുത്, ചെടിയെല്ലാം നശിച്ചു പോവും. പലർക്കായിട്ട് നമുക്കിത് വീതിച്ച് കൊടുക്കാം. ഇതെല്ലാം നമ്മുടെ വഴുതനകളാണ്. ഇതിൻ്റെ നടുക്കായിട്ട് മണ്ണെടുത്ത് ഇതിനകത്തങ്ങ് മൂടും. അപ്പോൾ എന്താണ്, ഇവർക്ക് എല്ലാവർക്കും ഒരുപോലെ ഈ വളം കിട്ടും. ആർക്കും ഒരാളുടെ ചുവട്ടിലായിട്ട് നമ്മളിതിടില്ല. കാരണം ഇത് അത്രയ്ക്ക് സ്ട്രോങ് ആണ്. ഇങ്ങനെ ആകുമ്പോൾ ആർക്കും പരാതിയില്ല, ആർക്കും ഇത് പെട്ടെന്ന് കിട്ടുകയില്ല. പലർക്കായിട്ട് കിട്ടിക്കോളും.